بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وأضل أعمالهم ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله العظيم القدرة والشان شديد البأس والبرهان حافظ الدين والقرآن أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة
وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إننا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശോ സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടാതിപുറു തന്നെ പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ നീ തന്നെ കാലത്തിലും മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസുതാ മന്നാനേ. കേരള നദവത്തുൽ മുജാഹിദീൻ കന്നവത്ത് യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന പ്രഭാഷണ വേദിയിലെ സമാപന സുദിനത്തിൽ സന്നിധരായിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, അടുത്തുനിന്നും അകലെ നിന്നും ഈ സദസ്സിൽ നിന്നുമായി ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയ്ക്കെതിരെ ISM ജനമുന്നേറ്റമെന്ന കാലിക പ്രസക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രചരണ ഭാഗമായിക്കൊണ്ടാണ് ഇന്നലെയും ഇന്നുമായി ഈ പ്രദേശത്ത് ഇസ്ലാഹി പ്രഭാഷണം അരങ്ങേറിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം.
നമുക്കറിയാം, ഈ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖല ആത്മീയതയുടെ മറവിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആത്മീയതയുടെ മറവിലാണ് ആ ചൂഷണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മെലഡി സെന്ററുകളും അതുപോലെ തന്നെ ബാബമാരും അമ്മമാരും ബീബിമാരും ഹോജമാരും വ്യാജ സിദ്ധന്മാരും വ്യാജ ഔലിയാക്കന്മാരും അതേപോലെ തന്നെ ഉറൂസുകളും നേർച്ചകളും മഹാമഹങ്ങളും ഉത്സവങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ചൂഷണത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് ദിനേന പത്രമാധ്യമങ്ങളിലൂടെ ആനുകാലിക സംഭവ വികാസങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ഉത്ബുദ്ധരായ കേരള ജനതയ്ക്ക് അത് വ്യക്തമാകും. എന്നാൽ സകലമാന ചൂഷണത്തിൽ നിന്നും മാനവ സമൂഹത്തെ മുക്തമാക്കുവാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന പടച്ചതമ്പുരാന്റെ മതവുമായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വരെ ഇന്ന് മറ്റുള്ള മതങ്ങളെക്കാൾ കൂടുതൽ ചൂഷണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആത്മീയതയ്ക്കെതിരെയല്ല രംഗത്ത് വന്നിട്ടുള്ളത്. ആത്മീയത ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയാണ്. ആത്മീയതയെ മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നില്ല. പക്ഷേ ആത്മീയതയുടെ മറവിൽ വ്യവസായവൽക്കരിക്കുകയാണത്. അതോടൊപ്പം തന്നെ വ്യാജ ആത്മീയത വിറ്റഴിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയ്ക്കെതിരെ ജനസമൂഹത്തെ ഉത്ബുദ്ധമാക്കുവാൻ ഈ പ്രസ്ഥാനം രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഈ സമയം വരെ, ഇനി ലോകാവസാനം വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തിന് മുമ്പിൽ പറയാനുള്ളത്, മരണത്തിന് ശേഷം നമുക്ക് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതം, അതാണ് ശാശ്വതമായ ജീവിതം. ആ മരണാനന്തര ജീവിതത്തിലെ ശാശ്വത വിജയത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായി ഈ പ്രസ്ഥാനത്തിന്റെ പ്രമേയങ്ങളും അതുപോലെ തന്നെ പുസ്തകങ്ങളും എല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി രംഗത്ത് വന്ന പ്രസ്ഥാനമല്ല എന്നുള്ളത്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ലേബിളിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല മതസംഘടനകളും ഇന്ന് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നൈമിഷികമായ ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടി പ്രമാണങ്ങളെ വളച്ചൊടിച്ച് യഥാർത്ഥ റൂട്ടിൽ നിന്ന് മുസ്ലിം സമൂഹത്തെയും അതുപോലെ തന്നെ യഥാർത്ഥമായി ഇസ്ലാം ദീനിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലുമൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ദീനുൽ ഇസ്ലാം എന്താണ്, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട യഥാർത്ഥ ആത്മീയത എന്താണ് എന്നുള്ളത് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ജനസമൂഹത്തിന് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി സഹോദരങ്ങളെ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇതിന്റെ ആദർശ വൈരികൾ നിഷ്പക്ഷമായിട്ടുള്ള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവരെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്
അള്ളാഹു ഇല്ലാത്തവർ, റസൂലില്ലാത്തവർ, ദീനില്ലാത്തവർ, അതുപോലെ തന്നെ ഇസ്ലാം ദീനെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നവർ. അതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നുകൂടാ, സഹകരിച്ചുകൂടാ, അവരോടൊപ്പം പോകാൻ പാടില്ല, അവർ സംഘടിപ്പിച്ച വേദികളിൽ ഇരിക്കാൻ പാടില്ല എന്നിവരെ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ, പുരോഹിതന്മാർ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞങ്ങളുടെ വേദിയിലൂടെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഞങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ പോലെ, ഞങ്ങളുടെ ഉസ്താദന്മാർ പറഞ്ഞ പോലെ ഇവർക്ക് റസൂലില്ല, ദീനില്ല, ഖുർആനുമായി ബന്ധമില്ല, പരലോക വിശ്വാസമില്ല, ഇവരൊരു പുതിയ മതമാണ്, ദീനിനെ നശിപ്പിക്കാൻ വന്നവരാണെന്ന് ഞങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇതിലെ കേട്ട് നിങ്ങൾ മറുചെവിയിലൂടെ നിങ്ങൾക്ക് വിട്ടുകളയാം. അല്ലാതെ ആരെങ്കിലും പറയുന്ന തെറ്റിദ്ധാരണകൾ അന്ധമായി സ്വീകരിച്ച് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ വിലയിരുത്തരുത് എന്നാണ് നിഷ്പക്ഷമതികളായ എന്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു താഹ 20-ാമത്തെ അധ്യായമാണ്. അതിലെ 124 മുതലുള്ള 3 ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ ഫഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതാവുണ്ടാക്കിയ വരിയല്ല, ഈ പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങളിൽ ഒന്ന് ഉദ്ധരിക്കുകയല്ല, മറിച്ച് നമ്മളൊക്കെ അംഗീകരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി തന്ന ഫുർഖാനുൽ അദീമാകുന്ന ഖുർആനിലുള്ളതാണ്. വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും എന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്ന ഒരു സദസ്സ് കിട്ടിയിട്ട് ആ മജ്ലിസിൽ നിന്ന് ഉസ്താദിന്റെ വാക്ക് കേട്ടിട്ടോ തെറ്റിദ്ധാരണയോടുകൂടിയോ അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം കൊണ്ടോ ഇങ്ങനെയുള്ള ഇൽമിന്റെ വേദികളിൽ നിന്ന് ആരെങ്കിലും മുഖം തിരിച്ചു കളഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ലഹു മഈശതൻ വൻകാ, അവരുടെ ഇഹലോക ജീവിതത്തിലെ അവരുടെ ഉപജീവനം നാം അവർക്ക് കുടുസാക്കുന്നതാണ്. അവർക്ക് എന്നും ദുരിതമുള്ള ജീവിതമാണ് കൊടുക്കുക, പ്രയാസം നിറഞ്ഞ ജീവിതമാണ് അല്ലാഹു തആല കൊടുക്കുക. എന്നിട്ടല്ല പറയുന്നു, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഈ പറഞ്ഞ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ വരുമ്പോൾ, പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ 2 കണ്ണും കാണാത്ത അന്ധന്മാരായിട്ടാണ് കടന്നു വരിക. ആ സമയത്ത് ഇവർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, പടച്ചവനെ എന്തിനാ നീ എന്നെ കണ്ണു കാണാത്തവനായി ഈ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയത്? ഫഖദ് കുൻതു ബസീറാ, ഞാൻ കണ്ണു കണ്ടിരുന്നവനാണല്ലോ, കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്താണ് സഹോദരന്മാരെ? ഖാല കദാലിക, കാര്യമപ്രകാരം തന്നെ, അതതുക ആയാതുനാ, നമ്മുടെ ആയത്തുകൾ നിനക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടിരുന്നില്ലേ? കൃത്യമായി കൊണ്ട് ഇസ്ലാം ദീൻ എന്താണ്, ഇതിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങൾ എന്താണ്, അതുമായിട്ട് ഇസ്ലാമിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുവാൻ നിനക്ക് കൃത്യമായി ഒരു വേദി കിട്ടിയിരുന്നില്ലേ? ആ സമയത്ത് ഫനസീതഹാ, നീ അതിനെ മറന്നു കളഞ്ഞു. അല്ലാഹു തആല പറയുകയാണ്, എങ്കിൽ കദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്റെ കാര്യത്തെക്കുറിച്ചും ഞാനിതാ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് രാജസയ്യിദായ പടച്ചതമ്പുരാൻ പരലോകത്ത് വെച്ച് പറഞ്ഞാൽ സഹോദരങ്ങളെ, തിരിച്ചു വരാനും എന്നിട്ട് നല്ലത് കേട്ടുകൊണ്ട് നല്ലത് പിൻപറ്റി ജീവിതത്തിന്റെ ഗന്ധിയായി ഒരു വിശ്വാസിയായി മുന്നോട്ട് പോകാനും നമുക്ക് അവസരമില്ല. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി കൊണ്ട് നാം പടച്ചതമ്പുരാനോട് ചോദിക്കാറുള്ള ചോദ്യമുണ്ടല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാദാ നീ എന്നെ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണേ റബ്ബേ.
ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിലൂടെ നടത്തണേ റബ്ബേ. ചൊവ്വായ മാർഗം ഏതാണ്? അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. ആ മാർഗം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ, അത് ഖുർആൻ പറഞ്ഞത് കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് അല്ലാഹു തആല നൽകിയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതിൽ കഴമ്പുണ്ടോ, പാരത്രിക വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എങ്കിൽ എന്റെ വാപ്പയെതിരായാലും ഉമ്മയെതിരായാലും എന്റെ നാട്ടുകാർ മുഴുവൻ എനിക്കെതിരായാലും ശരി, ഞാൻ എന്റെ ഖബറിൽ ഒറ്റക്കാണ്, പരലോകത്ത് ഞാൻ ഒറ്റക്കാണ്, വിചാരണയ്ക്ക് ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ ആരെനിക്കെതിരായാലും ഞാനത് ഉൾക്കൊള്ളുമെന്ന ഉറച്ച ഈമാൻ നമുക്കുണ്ടാകണം. അതിനു വേണ്ടി നിങ്ങൾ കേൾക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നല്ലാതെ ഇങ്ങനെ ഒരു ഉപദേശം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. മുസ്ലിം സമൂഹത്തിന്റെ അജ്ഞതയെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ആണ്ടായും അടിയന്തരമായും ഉറൂസായും അതുപോലെ തന്നെ നേർച്ചകളായും മുറുക്കിയേല സൈക്കല്ലുകളായും മാലമൗലികളുമാകുന്ന സകല അനാചാരത്തിന്റെ മാറാപ്പുകളും ഈ സമൂഹത്തിന് മുതുകിൽ കെട്ടിവെച്ചുകൊണ്ട് അവരെ പരമാവധി ചൂഷണം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ, അവർ സമൂഹത്തിന് മുമ്പിൽ പറയുന്നത് എന്താണ്? കേൾക്കാൻ പോകരുത് എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് വേലിക്കെട്ടുകൾ ഇവർ സൃഷ്ടിച്ചു നോക്കി. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവര് ആ രൂപത്തിലുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളെയും അത്തരത്തിലുള്ള പിന്നെ അത്തരത്തിലുള്ള ദുർബലമായ ഫത്വകളെയും എല്ലാം ജനസമൂഹം വലിച്ചെറിഞ്ഞ് കൃത്യമായി കൊണ്ട് നമ്മുടെ കേസറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ പ്രഭാഷണങ്ങളും കേൾക്കുകയും അതിന്റെ ഭാഗമായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ഓരോരുത്തരും അംഗങ്ങളായി അങ്ങനെ നാൾക്കുനാൾ ഇത് പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന വസ്തുത ഈ പ്രദേശത്ത് പോലും കൃത്യമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശം അത് കെ എം വലിയുടെ പുസ്തകമല്ല, അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ എന്ന ഖോജാക്കന്മാരാണ് നമ്മുടെ നേതാക്കന്മാർ. അവർ ഉരുട്ടിത്തരുന്ന നിങ്ങൾ അന്ധമായി വിഴുങ്ങൂ, അവരുടെ മദ്ഹബ് നിങ്ങൾ അങ്ങനെ തന്നെ കീഴ്പോട്ടിറക്കൂ എന്നല്ല മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. മറിച്ച് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല ഇറക്കിയ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നിങ്ങൾ സ്വീകരിക്കൂ. അതിന് മുമ്പിൽ പൗരോഹിത്യത്തിന് സ്ഥാനമില്ല, നാട്ടുനടപ്പുകൾക്ക് സ്ഥാനമില്ല, കെട്ടുകഥകൾക്ക് സ്ഥാനമില്ല, അതുപോലെ തന്നെ സ്വപ്നകഥകൾക്ക് സ്ഥാനമില്ല, പറഞ്ഞു പറയപ്പെട്ടു എന്ന കാലകീലകൾക്ക് സ്ഥാനമില്ല. പ്രമാണബദ്ധിതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് മടങ്ങൂ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ട് കഴിയാതെ വന്നപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇങ്ങോട്ടുള്ള ഒഴുക്ക് തടയണം. അതിനെന്താ പറഞ്ഞത്? ഇന്നലെ ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൃത്യമായി ഇസ്ലാം ദീനിന്റെ സുന്ദരമായ തൗഹീദും പ്രവാചകന്റെ സന്ദേശങ്ങളും കൃത്യമായി കൊണ്ടെത്തിച്ചു കൊടുത്ത ഒരു നല്ല ഉപദേശത്തിന് വേണ്ടി വന്ന കേരളത്തിലെ യുവ പണ്ഡിതനായ യുവ വാഗ്മിയുമായ മുജാഹിദ് ബാലുശ്ശേരി ആ യുവ പ്രാസംഗിനെ പറ്റി പോലും നമ്മുടെ നാട്ടിലെ സഖാഫികൾ എന്താ ജനങ്ങളോട് പറഞ്ഞത്? അവര് സമസ്തക്കാരായ കുട്ടികളുടെ കഴുത്തി ഞെരിച്ചു കൊല്ലാൻ പറഞ്ഞവരാണ്, അതേപോലെ തന്നെ സുന്നികളെ ഖാഫറാക്കിയവരാണ്, അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലുടനീളം സഹോദരങ്ങളെ ഒരു പുതിയ പ്രബോധന സംരംഭം എന്നുള്ള നിലക്ക് നമുക്കറിയാം, LCD ക്ലിപ്പിംഗിന്റെ സഹായത്തോടുകൂടി നമ്മളൊക്കെ തന്നെ പ്രഭാഷണം നടത്താറുണ്ട്. പക്ഷേ മുസ്ലിയാക്കന്മാര് യഥാർത്ഥത്തിൽ ഈ ഒരു അനുഗ്രഹം അവരുടെ ഉദരപൂർത്തീകരണത്തിനും ഇങ്ങോട്ടുള്ള ഒഴുക്ക് തടയാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അവരുടെ പ്രസംഗങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം ഈ ബാലുശ്ശേരിയുടേത് മാത്രമല്ല, അതുപോലെ തന്നെയുള്ള ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഒരു ആശയം വ്യക്തമാകുന്ന രൂപത്തിൽ സംസാരം കേൾപ്പിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ക്ലിപ്പുകൾ മുറിച്ചെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ട് ഹാഷിം നഈമി എന്ന് പറയുന്ന പിന്നെ ഫാറൂഖ് നഈം എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ 5-6 മാസങ്ങൾക്കും ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതുപോലെ കേരളത്തിലുടനീളം പ്രസംഗിക്കുന്നുണ്ട്. അതിലെല്ലാം അവർ ചെയ്യുന്ന എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി
എതിർക്കുവാൻ കഴിയാതെ ആശയദാരിദ്ര്യം കൊണ്ട് വലയുമ്പോൾ ആ പ്രാസംഗന്മാരുടെ പ്രസംഗത്തെ നികിഷ്ടമായി കട്ട് ചെയ്യുക. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകമെന്ന് പണ്ടൊരു കവി പാടിയല്ലോ. അപ്പോ ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും കൊതുക് പോയാൽ അവിടെ പാലല്ല കുടിക്കുക, മറിച്ച് ചോരയാണ് കുടിക്കുക എന്ന പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസാരം ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ആ സ്വാധീനമില്ലാതെയാക്കാൻ, തങ്ങളുടെ ഉദരപൂർത്തീകരണം നടക്കാൻ, ആത്മീയതയുടെ മറവിൽ ഇവർ കെട്ടിച്ചമച്ച വ്യാജ ആത്മീയതകൾ മുഴുവൻ നിലനിൽക്കാൻ സഹോദരങ്ങളെ ഇവര് ജനസമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗങ്ങളെ നികിട്ടമായി കട്ട് ചെയ്ത് കേൾപ്പിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇന്നലെ പ്രസംഗിച്ച ബഹുമാനനായ ബാലുശ്ശേരിയെ സംബന്ധിച്ച് ഈ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ച സഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കാൻ, എന്നാൽ നിഷ്പക്ഷമതികളായി കാര്യങ്ങളെ കേൾക്കുന്ന നല്ല നാട്ടുകാരെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന്റെ ഒരു അവലോകനം ആമുഖമായി നിങ്ങൾ ഒന്ന് കേൾക്കുക. കൃത്യമായി നിങ്ങൾ ഒന്ന് കേട്ടു. മുഹമ്മദ് നബി സുന്നിയായിരുന്നു, കട്ടായി. അതിനപ്പുറത്ത് വേറെ ഉണ്ടാവും, അത് കേൾപ്പിക്കാൻ സമയമില്ല. ഏതുപോലെ ഇപ്പൊ ഖുർആനിൽ ഒരുപാടായത്ത് നേരെ വിപരീത അർത്ഥം കിട്ടുന്ന ഞാൻ കേൾപ്പിച്ചുതരാം. വമാ അർസൽനാക, അതിനൊന്ന് അർത്ഥം പറഞ്ഞു നോക്കികള്. വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ലേ? റസൂലിനെ അയച്ചിട്ടില്ലേ? പ്രവാചകനെ അയച്ചിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ അത് മാത്രമായിട്ട് ഓതിയാലോ? വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ല അല്ലെ? എത്ര സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഓതണം, അപ്പോഴേ അർത്ഥം കിട്ടും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. അതൊരു ആയത്താ. ആ ആയത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്നവർക്കാകുന്നു നാശം എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണോ? പള്ളി വേണ്ട, പള്ളി ഉണ്ടാക്കണ്ട, പള്ളിപ്പിരിവ് വേണ്ട എന്ന ഓനെ മന്ദബുദ്ധിനെ വിളിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്ത് കുറെ വാചകമുണ്ട്. ആ വാചകം കേൾപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരു മിനിറ്റ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് മുജാഹിദുകളോട്, എന്റെ ക്ലിപ്പിംഗ് ആയിരിക്കും സുന്നികൾ കൂടുതൽ ഇടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണായി പറന്ന ഒരുത്തൻ, നട്ടലുള്ള ഒരു മിനിറ്റ് അപ്പുറം എന്റെ കേസറ്റ് കേൾപ്പിക്കുന്നതിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും കേട്ട ഇവരെ കാറ്റുപോകും. ഞാൻ എന്താ പറയുന്നത്, എന്താ വിശദീകരിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? മാത്രമല്ല ഈ കേസ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിൽ നിന്നാണല്ലോ ഒരു മിനിറ്റ് പോട്ടെ, 1 മിനിറ്റ് 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 2.5 സെക്കൻഡ് ഒക്കെ ഇടുന്നത്. ഒരു നാട്ടിലൊരാൾ മൈക്കെട്ടിയിട്ട് 2.5 സെക്കൻഡ് വയലേതായാലും പറയില്ലല്ലോ. 2.5 മണിക്കൂർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെയാണ് ഇത്ര നികിഷ്ടമായി കട്ട് ചെയ്ത് കളിപ്പിക്കുന്നത്. ഒരൊറ്റ ക്ലിപ്പിംഗും സത്യസന്ധമല്ല. എന്റെ ക്ലിപ്പിംഗ് ഇട്ടത് ഒരെണ്ണം പോലും ഞാൻ ആ പറഞ്ഞതുമായോ നിങ്ങൾ ധരിച്ചതുമായോ അതിന് ബന്ധമില്ല, ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? ഓരോ നാട്ടിലും ഞാൻ പ്രസംഗിച്ചത് പൂർണ്ണമായിട്ട് കേട്ട സമസ്തക്കാർക്കും ഇല്ല പരാതി, ബാക്കിയുള്ളവർക്കില്ല. കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അരവാക്ക്, അതാണ് ഒന്ന് ഇവിടെ ഇട്ട കേസറ്റിൽ ഒന്ന്, അത് കേൾപ്പിക്കാം. അതിനപ്പുറം ഞാൻ അതിന് വിപരീതം പറഞ്ഞു. ഏത്? ഞാൻ കള്ളു കുടിച്ചു എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു നിർത്തി എന്ന് ഭാസ്കരൻ പറയുന്നു എന്നതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ കേസറ്റ് ഞാൻ കള്ളു കുടിച്ചു കണ്ടോ, ബാലുശ്ശേരി പറഞ്ഞു കേട്ടോ അയാൾ കള്ളു കുടിച്ചു. ഇതാണ് സഖാബിമാര്. ഭയങ്കര നിങ്ങളെ ചർമ്മ സൗഭാഗ്യ അപാരാണ്. കണ്ടാമൃഗം പോലും തോറ്റുപോകും, നിങ്ങളോട് തോറ്റുപോകും. അത്ഭുതകരമാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇനി ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും 1 മിനിറ്റ് എന്റെ കേസറ്റ, അതിനത് കേൾക്കണമെങ്കിൽ ഈ ഇടുന്ന സാധനങ്ങൾ ഇത് കേൾക്കണ്ടേ? മർക്കസ് സഖാഫത്ത് സുന്നിയെന്ന് ഇതിനു വേണ്ടി ഇരുന്നിട്ട് ശമ്പളം കൊടുത്ത് ഒരു കൂട്ടരെ ഇറക്കി കൊടുക്കുന്ന അത് ഏത് കേസറ്റിലാന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കണ്ട. നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി അടുത്ത കേസറ്റിന്റെ പേരൊന്ന് പറയാമോ? എന്നറിയും. അത് തന്നെ. കാരണം ഇതിങ്ങനെ ആക്കിയിട്ട് പൈസക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി ഓനിങ്ങനെ 35-45 തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിട്ട് അപ്പുറം കേൾപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അതിൽ കഴിഞ്ഞു വേറെ ഒന്നുമില്ല. വേറെ ഒരു കാര്യം അതിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നത് പ്രസംഗിക്കുന്ന ഉസ്താദിന് വെറുതെ ഒരു കുറിപ്പ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാന്ന് അതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പൊ കാണങ്ങൾക്ക് ഉസ്താദിന്റെ ഒക്കെ ഒരു വീര്യവും വിപ്ലവവും അറിവും കഴിവും തന്നേടോ ഒക്കെ മനസ്സിലായോ? കൂലി വയലുകാരാണ് കേട്ടോ. സലാത്തും ചൊല്ലി പൈസയും പിരിച്ച് ആരാന്റെ ഹറാമെന്നൊന്ന് ജീവിക്കുന്നവന് ഇതും ചെയ്യാ, ഇതിൽ കഴിഞ്ഞപ്പുറവും ചെയ്യാ. ആ ജാതിനെ കൊണ്ടുവരാനും പേറാനും ഈ ദുനിയാവിൽ മനുഷ്യന്മാരെ കിട്ടുന്ന ഒരു കാലം ഒരു വല്ലാത്ത കാലം തന്നെയാണത്.
ഒരായത്തോതാൻ അറിയില്ല, ഹദീസ് ഉദ്ധരിക്കാൻ അറിയില്ല, അത് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല, അതോതി ദീന് പഠിപ്പിക്കാൻ അറിയില്ല, അതോതി ഇസ്ലാമിന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ അറിയില്ല. എന്നിട്ട് ചാക്കു കടലാസേറ്റ് നടക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കും, നിങ്ങളെ ക്ലിപ്പിംഗ് മാത്രമായിട്ട്, നിങ്ങൾക്ക് വെറും പണിയില്ലാത്തതുകൊണ്ട് വേറെന്താണ്? ഖുർആൻ ആയത്തോതാൻ നിങ്ങൾക്ക് അറിയില്ല, അത് മനപ്പാടാക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഒരു ഹദീസ് മനപ്പാടാക്കിയത് A to Z ചൊല്ലിക്കൊടുക്കാനും അറിയില്ല. പിന്നെ ഇപ്പൊ കിട്ടിയൊരു മെച്ചം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഉസ്താദുമാര്. ഇങ്ങനെ കുറെ ക്ലിപ്പിംഗ് കിട്ടിയാൽ ഒരു സ്ക്രീനും കുറച്ച് മനുഷ്യന്മാരും എന്നിട്ട് കടകടാന്ന് കയ്യടിക്കാനും തക്ബീറിൽ. അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു തിന്മ ഒരു സുന്നി ഒഴിവാക്കിയോ, ഒരു നന്മ സ്വീകരിച്ചല്ല, പിന്നെ ആകപ്പാട് ഒരു കിട്ടും മുജാഹിദ് ബാലുശ്ശേരി ഒരു മോശക്കാരനാണ് എന്ന്, സക്കരിയ സ്വലാഹി ഒരു മോശക്കാരനാണ്. വേറെന്താ ജനങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു സുന്നി ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ട് നന്നായിട്ടുണ്ടോ? കേടുകയെന്നല്ലാതെ. സഹോദര, മനുഷ്യനെ നന്നാക്കാനാണ് മതം, മനുഷ്യനെ നന്നാക്കാനാണ് പ്രബോധനം. അത് മറന്നു പോകരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. വിഷമമുണ്ട്. 3 മണിക്കൂർ നിങ്ങളുടെ വിലപ്പെട്ട സമയം, റിട്ടേൺ ഇല്ലാത്ത സമയം, വമ്പിച്ച മൈക്കും സംവിധാനങ്ങളും കെട്ടി പാവപ്പെട്ടവന്റെ പണം മുടക്കി നിങ്ങൾ നടത്തുന്ന ഈ പൊറാട്ട് നാടകം മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും, പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരും. വലക്കത് ചെയ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്ക് പടച്ചോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് തക്ബീറും ധ്വനിയൊന്നും ഉണ്ടാവില്ല. ഓ ഹൊയ് ഓഹോ ഹൊയ് എന്നൊന്നും ചൊല്ലി കൊണ്ടുപോകാൻ സക്കാഫി കൂട്ടങ്ങളൊന്നും പരലോകത്തുണ്ടാവില്ല. അന്ന് ഒറ്റക്ക് ചേലാകരണം ചെയ്യാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, അതേ നഗ്നപാതരായി, അങ്ങനെ പരലോകത്ത് വലക്കത് ജയിത്തുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. ഖുർആനിലെ 6-ാം അധ്യായം പഠിച്ചോ, മനസ്സിലാക്കിക്കോ. വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിക്കോ. ഖുർആനിലെ 6-ാം അധ്യായം 94-ാമത്തെ വചനം. ഒറ്റക്കൊറ്റക്ക് ഉമ്മ പ്രസവിച്ച പോലെ പരലോകത്ത് ഹാജരാക്കപ്പെടും. അവിടെ രക്ഷപ്പെടണം. ഉണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തില് ഇദ്ദേഹത്തിൻ്റെതെന്ന് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം എല്ലാ പ്രദേശങ്ങളിലും ഇവര് LCD ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തട്ടിപ്പ്. എന്താണ് ഇങ്ങനെ ഒരു പ്രബോധന ശൈലിയിലേക്ക് സക്കാഫികൾ മാറാൻ കാരണം എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, പ്രമാണമുദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെ എതിർക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനം പുത്തൻവാദമല്ലോ പറയുന്നത്, ഖുർആനിലും പ്രവാചകന്റെ ചര്യയിലുമുള്ള കാര്യങ്ങളാണ്, മഹാന്മാരായ സ്വഹാബത്ത് നടന്നീങ്ങിയ പാതയാണ് പറയുന്നത്. പിന്നെ എങ്ങനെ അതിനെ എതിർക്കാൻ കഴിയുക? അപ്പോ അതിന്റെ ഭാഗമായി ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തി നോക്കിയപ്പോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നാൾക്ക് നാൾ ആളുകൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ അവസാന ഗതിയില്ലാതെ വരുമ്പോ സംവാദം നടത്തി നോക്കി. സംവാദം നടത്തുമ്പോഴും ഓരോ പ്രദേശങ്ങളിലും പള്ളിയും മദ്രസ സ്ഥാപനങ്ങളും ആളുകളും വർദ്ധിക്കുകയാണ്. ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടുവന്നപ്പോൾ ഏതായാലും ആ രൂപത്തിലുള്ള ആശയ സംഘടനയൊക്കെ നിർത്തിയിട്ട് ഇനി ഒരു പുതിയ തരികിട പരിപാടിയുമായി ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്ലിപ്പിംഗ് മുറിച്ച സമ്പ്രദായവുമായി വന്നു നോക്കിയത്. എന്നാൽ ഇതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളതിന്റെ അപ്പുറപ്പുറത്ത് കാണിപ്പിക്കും, കാര്യങ്ങൾ വ്യക്തമാക്കും, അതോടുകൂടി കാര്യം ക്ലിയറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രബോധന പ്രസ്ഥാനം നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് സത്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ അതൊരു അവകാശവാദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. മറിച്ച് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ വരെ ആ സത്യം ജനസമൂഹത്തെ വിളിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥ സമസ്തയെന്ന് കോടതി വിധിച്ച EK വിഭാഗം സമസ്തയുണ്ടല്ലോ, ആ സമസ്തയിലെ പ്രഗത്ഭ പണ്ഡിതനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമ്മുടെ സഖാഫികളുടെ വാദങ്ങൾക്ക് ശക്തമായ രൂപത്തിൽ മറുപടി കൊടുക്കുകയാണ്. എന്താ മറുപടി കൊടുക്കുന്നത്? നമ്മുടെ വിഷയത്തിലാണ് അവർ തർക്കിക്കുന്നത്, നമ്മുടെ വിഷയത്തിലാണ് തർക്കിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ വളരുന്നതും നമ്മൾ പാരമ്പര്യമായി പോറ്റിക്കൊണ്ടിരിക്കുന്നതുമായ അനാചാരങ്ങളെല്ലാം തകരുന്നതും യഥാർത്ഥത്തിൽ സഖാഫികളെ AP വിഭാഗക്കാരെ നിങ്ങളെ കൊണ്ടാണെന്നാണ് യഥാർത്ഥ സമസ്തയിലെ പണ്ഡിതന്മാർ പറയുന്നത്. എന്താ കാരണം? ഇവര് ഗണ്ഡനത്തിന് വരും, തെറ്റിദ്ധാരണകളുമായി കടന്നു വരും, സംവാദത്തിന് വരും, അവസാനം കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് രണ്ടും കേൾക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ള പാതയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രബോധനം കൊണ്ട് നാൾക്ക് നാൾ ഇസ്ലാഹി പ്രസ്ഥാനം വളരുകയാണല്ലാതെ തളരുകയല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് കൃത്യമായി വിശദീകരിക്കുന്ന ഭാഗം ആമുഖമായി നിങ്ങളൊന്ന് കേട്ടോളൂ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് ഇറങ്ങാം. ഞങ്ങൾ ഇത്തരം കുറ്റങ്ങൾ പറയാറില്ല. പക്ഷെ ഇയാൾ പറയാണ് അവകാശവാദം. വാഴക്കാടെ ഞാൻ പ്രസംഗിച്ചത് കൊണ്ടാണ് മുജാഹിദ് രണ്ടായത്.
സുബ്ഹാന ജല്ല ജലാലു. മൂപ്പര് വാഴക്കാട് പ്രസിഡന്റ് മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നത്. കാരണം ആകാശം പ്രവിശാലമാണ്, അതുകൊണ്ട് യേശുവിൽ വിശ്വസിപ്പീൻ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. പറച്ചോനെ ആകാശം വിശാലായിക്കോട്ടെ, എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നു? ഇയാൾ പ്രസംഗിച്ചുകൊണ്ടെങ്ങനെ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നത്? ഇയാൾ പറഞ്ഞത് നോക്ക് നിങ്ങൾ. ഞാൻ അതിനെ ശരിക്കും കെണ്ണിച്ചങ്ങ് പ്രസംഗിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. എന്താ ഉണ്ടായത്? മുജാഹിദ് പിളർന്നു, രണ്ടായി. ഇങ്ങനെ മുജാഹിദ് രണ്ടായത് ഞാൻ വാഴക്കാട്ട് പ്രസംഗം നടത്തിയതിന് ശേഷമല്ലേ? വിഷയം പ്രധാനമായും ഇത് തന്നെയല്ലേ? മറുപടി പറയാൻ കഴിയോ? പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നൊക്കെയാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയാം. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാ, കണക്കെടുത്തിട്ടാ പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തടർന്നക്ക. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? APയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു APയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയിരുന്നതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഈ ഞാൻ പ്രസംഗമല്ല പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലുകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ 90% മഹല്ലുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെ വളർത്തിയതിൽ നിർണായകമായ പങ്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും അനുയായിയുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമുഖമായി ഇത് കേൾപ്പിക്കാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം നാൾക്ക് നാൾ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് പോലും നമ്മളിപ്പോൾ പ്രഭാഷണം സംഘടിപ്പിക്കുന്നതിൽ 1000-ഓളം ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കൃത്യമായി കൊണ്ട് ഇതിവിടെ ഫതഹാവും. ജനസമൂഹം ഖുർആനും സുന്നത്തും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എങ്ങനെയാണ് ഒരു സമൂഹം സംസ്കരിക്കപ്പെട്ടത്, ആ രൂപത്തിലുള്ള മിമ്പറിലെ ഉപദേശങ്ങൾ ഇവിടെ നടക്കും. അങ്ങനെ പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ക്കും എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥ സമസ്തക്കാര് സംവാദങ്ങൾക്കോ മറുപടി പ്രസംഗങ്ങൾക്കോ കൂടുതൽ രംഗത്ത് വരാത്തത്. കാരണം എന്താ? അവർക്കറിയാം, അവരുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രസംഗികൻ അല്ലെങ്കിൽ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചാൽ ആ പ്രദേശത്തുള്ള ആൾക്കാര്, നാട്ടുകാർ എന്നിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദ് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു പോയത്? അപ്പോ EK ഭാഗത്തിലെ പണ്ഡിതന്മാർ പറയും, എങ്ങനെയാണ് അവർ പറഞ്ഞു നമുക്ക് മറുപടി പറയാ? അവരെ പറഞ്ഞത് പ്രമാണല്ലേ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നോണ പറയാൻ നമുക്ക് പറ്റുമോ എന്നാണ്. അതെന്താ? കുറച്ച് ഹക്കും ബാത്തിൽ നോക്കുന്ന ആളുകളായതുകൊണ്ട് EK ഭാഗത്തിലെ പണ്ഡിതന്മാർ പറയാണ് നമുക്ക് അങ്ങനെ എതിർക്കാൻ പറ്റൂല, അതുകൊണ്ട് തൽക്കാലം ഒന്നും ഉണ്ടണ്ട. എന്നാൽ മേപ്പര ഉള്ളവനക്ക് തീപ്പൊരിയെ കുറിച്ച് പേടിയുള്ളൂ. കാന്തപുര വിഭാഗത്തിലെ സഖാഫികൾക്ക് എന്ത് മേപ്പര? ഇസ്ലാം ദീന് പൊളിഞ്ഞാലും വേണ്ടിയില്ല, മുജാഹിദ് പ്രസ്ഥാനം തകരണമെന്ന ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ രംഗത്ത് വരും, ഖുർആനും ആയത്തും ഹദീസൊക്കെ ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് വരാൻ പോകും. പക്ഷേ നിഷ്പക്ഷമായി ഇത് കേൾക്കുന്ന ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കടന്നു വരികയാണ്. കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്ന പോലെ മുസ്ലിയാർ പറഞ്ഞാൽ മുസൽമാന് മതം എന്ന പൗരോഹിത്യ പണ്ട് ഇന്ന് കാര്യം മാറിപ്പോയി. പോകരുത്, ഇരിക്കരുത്, അടുക്കരുത്, സലാം ചെല്ലരുത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുവാൻ ഇന്ന് മുജാഹിദ് സാധാരണക്കാരായ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരു തീവ്ര ശൈലിയുമായി നോട്ടീസ് അടിക്കലും പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കലും ക്ലിപ്പുകൾ ഇട്ട് തെറ്റിദ്ധരിപ്പിക്കലൊക്കെ തുടങ്ങിയത് നിങ്ങൾ ആമുഖത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട്
അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം അവർ പറഞ്ഞോട്ടെ, നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ഡ്യൂട്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യരിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്കൃഷ്ടരായ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ആ സമൂഹത്തോട് നിർവഹിച്ച മുഖ്യമായ ഡ്യൂട്ടിയാണ്. എന്താണ് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാനും എനിക്ക് മുമ്പും കടന്നുപോയിട്ടുള്ള സകല പ്രവാചകന്മാരും ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആഹ്വാനം എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായ വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി, ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അതാണ് അമരമായ സത്യം, അതാണ് മൗലികമായ സന്ദേശം, അതാണ് മാനവരാശികളുടെ മുമ്പിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ആഹ്വാനം. ഇത് കേവലം ഖുർആൻ പറഞ്ഞതല്ല. മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ അത് പരിശോധിച്ചാൽ ആ പ്രവാചകന്മാരിലൂടെ കേൾക്കപ്പെട്ട വചനങ്ങളിൽ കൃത്യമായ ഏകദൈവ ആരാധന കാണാൻ സാധിക്കും. കാരണം എന്താണ്? അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ 51-ാമത്തെ അധ്യായ സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. മനുഷ്യരായ നമ്മുടെ മുഖ്യ ഡ്യൂട്ടി എന്താ? ഇവിടെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് വലിയ വീടെടുത്ത് ഇവിടെ രാഷ്ട്രീയത്തിൽ കയറിപ്പറ്റി ഉല്ലസിച്ച് ആനന്ദിക്കലല്ല. ഇതെല്ലാം ഈ താൽക്കാലികമായ ജീവിതത്തിൽ പടച്ചതമ്പുരാൻ നൽകുന്ന ഔദാര്യം മാത്രമാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ഡ്യൂട്ടി എന്താണ്? നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, വെളിച്ചം നൽകിയ, നടക്കാനുള്ള കാലും പിടിക്കാനുള്ള പിന്നെ കയ്യോ, അതുപോലെ തന്നെ ഒട്ടനേകം അനുഗ്രഹങ്ങളും നൽകിയ ആ പടച്ചതമ്പുരാനുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ കേവലം മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ടല്ല, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ പടച്ചതമ്പുരാനെ നിങ്ങൾ ആരാധിക്കണോ? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. എന്തുകൊണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ബാബമാരെ, അമ്മമാരെ, കെട്ടിപ്പൊക്കിയ കബറുകളെ, അതുപോലെ തന്നെ അല്ലാഹുവിന് പുറമെയുള്ള വസ്തുക്കളെ, വ്യക്തികളെ, ജാറങ്ങളെ ഒന്നും ആരാധിച്ചുകൂടാ, പ്രാർത്ഥിച്ചുകൂടാ എന്ന് പടച്ച റബ്ബ് പറയാനുള്ള കാരണം എന്താണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ത്? നിങ്ങൾക്ക് ഭൂമിയെ അവൻ ഒരു വിരിപ്പ് പോലെ സംവിധാനിച്ചു തന്നു, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി നിങ്ങൾക്ക് തന്നു, കാർമേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയെ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നു. എന്നിട്ട് ആ മഴ മൂലം നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനം അല്ലാഹു തആല അതിലൂടെ നൽകി. ഇതൊക്കെ നൽകിയത് റബ്ബല്ലേ? ഇതെല്ലാം നൽകിയത് പടച്ചതമ്പുരാനല്ലേ? ഒരു സംശയമില്ല സഹോദരങ്ങളെ, അല്ലാഹു തആല എന്ന് മാത്രമാണ് എല്ലാവർക്കുമുള്ള ഉത്തരം. എങ്കിൽ ആ പടച്ചവൻ പറയുകയാണ്, എന്ത്? അതുകൊണ്ട് തന്നെ ഇതെല്ലാം റബ്ബാൻ നിങ്ങൾക്ക് നൽകിയത് എന്നിരിക്കെ അവനിൽ നിങ്ങൾ ഒരിക്കലും തന്നെ പങ്കാളികളെ കാണരുത്, അവന് ഒരിക്കലും തന്നെ നിങ്ങൾ പങ്കാളികളെ കാണരുത് എന്ന് പറഞ്ഞാൽ ആ പടച്ചുതമ്പുരാന് മാത്രം നൽകേണ്ട ആരാധനയിൽ, നേർച്ചയിൽ, പ്രാർത്ഥനയിൽ, ഇസ്തിഹാസയിൽ, ഇബാദത്തിൽ ഒരിക്കലും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ ശക്തിയെയോ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഇടയിൽ വെക്കാൻ പാടില്ല. അവരോട് പ്രാർത്ഥിക്കാനോ, അവർക്ക് നേർച്ച കൊടുക്കാനോ, അവരുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മൃഗങ്ങൾ അറുക്കാനോ, അവരോട് ദുആ ചെയ്യാനോ പാടില്ല. മറിച്ച് നമുക്കെല്ലാം നൽകിയ പടച്ചതമ്പുരാനോട് മാത്രം. ഇതിലെന്ത് തെറ്റാണുള്ളത് സഹോദരങ്ങളെ? ഇതെന്തൊരു തീവ്രതയാണ്!
അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉപരിലോകത്ത് സകലമായ അനുഗ്രഹങ്ങളും ഇറക്കിത്തന്നതിൽ ഇന്ന് നാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് പങ്കുണ്ടോ? ഇല്ല. മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എങ്കിൽ അവന് നൽകേണ്ട ആരാധന അവന് മാത്രമായി തന്നെ ഉയർന്നു പോകണം. അതൊരിക്കലും തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. കൊടുത്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ടതാ പറയുന്നു, പടച്ചു തമ്പുരാന് മാത്രമായി നൽകേണ്ട ആരാധന, ഇബാദത്ത്, പ്രാർത്ഥന എന്ന ഈ തൗഹീദിൽ മറ്റുള്ളവരെ എങ്ങാൻ നിങ്ങൾ പങ്കുചേർത്താൽ അല്ലാഹു തആല പറയുന്നത് അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു തആല പറയുന്നത് ഇന്ന ശിർക ലദുൽമുൻ അലീം. ശിർക്ക് എന്നത് കടുത്ത അക്രമമാണ്. കടുത്ത അക്രമം എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെക്കാൾ, കള്ളുകുടിയേക്കാൾ, മദ്യപാനത്തെക്കാൾ, പിടിച്ചുപറിയേക്കാൾ, പലിശയേക്കാൾ, ലോട്ടറിയേക്കാൾ, ഇന്ന് നാം സമൂഹത്തിൽ എണ്ണിപ്പറയുന്ന സകല തിന്മയെക്കാളും ഏറ്റവും വലിയ തിന്മയേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങൾ നിങ്ങൾ പാടെ വർജിക്കണോ. ഒന്നാമതായി എണ്ണിയത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നൽകേണ്ട ഒരു കാര്യവും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകാൻ പാടില്ല. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന് മാത്രമല്ല, വീണ്ടും വിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നതോ അതിനെക്കുറിച്ച് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്തില് പങ്കുവെച്ചു കഴിഞ്ഞാൽ, അഥവാ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നു അവന് സ്വർഗം നാം പരിപൂർണമായി കൊണ്ടു ഹറാമാക്കുന്നതാണ്, നിഷിദ്ധമാക്കുന്നതാണ്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അവന് സഹായിയായിക്കൊണ്ട് ഒരാളെയും ലഭിക്കുകയില്ല എന്നാണ്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ ശ്രോതാക്കളെ, എത്ര വലിയ ഗൗരവമാണ്. അല്ലാഹു തആലയിൽ പങ്കുവച്ചാൽ പടച്ചതമ്പുരാൻ കൽപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ചു കഴിഞ്ഞാലല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് സ്വർഗത്തിൽ പൂർണ്ണമായി പ്രവേശിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലെങ്ങാനും ഒരു വെള്ളിച്ച വന്നാൽ, അതിലെങ്ങാനും ഒരു ചെറിയ ശിർക്കിന്റെ അംശം കടന്നു വന്നാൽ അതോടുകൂടി തന്നെ നമുക്ക് സ്വർഗം ഹറാമായി, നരകം ശാശ്വതമായി. കഴിഞ്ഞോ അതിന്റെ ഗൗരവമില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ച ഖുർആൻ തന്നെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 40-30 വളരെ വ്യക്തമായി കൊണ്ട് 48-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവനിൽ പങ്കുചേർക്കുക എന്ന പാപം ഒരിക്കലും അവൻ നിങ്ങൾക്ക് പുറത്തു തരൂല. അതിന് താഴെയുള്ള എന്ത് പാപമുണ്ടോ അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പൊറുക്കൂലാനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്, മൻ മാത, ഒരാൾ മരിക്കുമ്പോൾ വഹുവ യുശ്രികു ബില്ലാഹി ശൈആ, വല്ലതിനെയും പങ്കുവെച്ചാ മരിക്കുന്നതെങ്കിൽ, ശിർക്ക് ചെയ്താ മരിക്കുന്നതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ മാത വഹുവ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, ഒരാൾ മരിക്കുമ്പോൾ അല്ലാഹുവിൽ വല്ലതിനെയും അവൻ പങ്കുവെച്ചാൽ അവൻ നരകത്തിലാണ്. എന്നാൽ മൻ മാത വഹുവ ലാ യുശ്രികു ബില്ലാഹി ശൈആ, ഒരാൾ മരിക്കുമ്പോൾ അല്ലാഹു തആലയിൽ അവൻ ഒന്നിനെയും പങ്കുവെക്കാതെ ലാ ഇലാഹ ഇല്ലയുടെ താല്പര്യമനുസരിച്ചാണ് അവൻ ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചതെങ്കിലോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യമാണ് സഹോദരങ്ങളെ തൗഹീദും ശിർക്കും എന്നത്. അത് പറയാനാണ് യഥാർത്ഥത്തിൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിച്ചത് 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ 65-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം. വലഖദ് ഊഹിയ ഇലൈക, ഓ നബിയെ താങ്കളിലേക്ക് നാം ഇതാ വഹി നൽകിയിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് വഹി നൽകിയിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. എന്താണ് വഹി നൽകിയത്? ലൈൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യുമോ? ഇല്ല. ശിർക്കിനെ ഭയപ്പെടേണ്ടത്
ഭയപ്പെടുന്നുണ്ടോ? ഇല്ല. തൗഹീദിന്റെ ബഹറിൽ മുങ്ങിക്കുളിച്ച അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടേണ്ടതില്ല. പക്ഷേ അല്ലാഹു തആല വളരെ കൃത്യമായി കൊണ്ടതാ പറയുന്നു, ലയിൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും നബിയേ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നട്ടകാരിൽ പെട്ടുപോകും റസൂലേ. ഇതിനെ കൃത്യമായി കൊണ്ട് തഫ്സീറിൽ കാണാം. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചൊല്ലിയിട്ടുള്ള മുസ്ലിമീങ്ങളോടുള്ള ഉണർത്തലാണ്. അഥവാ മുസ്ലിമാണെങ്കിൽ പോലും ശിർക്ക് ചെയ്തതിന്റെ പേരില് അവൻ മുസ്ലിമല്ലേ, അവൻ തങ്ങൾ കുടുംബത്തിലല്ലേ, അവന്റെ വാപ്പ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലേ, അല്ലെങ്കിൽ അവൻ നാട്ടിൽ ദീനിന്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നവനല്ലേ, അതുകൊണ്ട് അവൻ ചെയ്താൽ ശിർക്ക് കുഴപ്പമില്ല. അന്യമത വിഭാഗത്തിൽ ആളുകൾ ശിർക്ക് ചെയ്താൽ മാത്രമാണ് നരകം ശാശ്വതം എന്നല്ല അല്ലാഹു തആല പറയുന്നത്. മരിച്ച് മുസ്ലിമാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ യഹ്ബത്തന്ന അമലുക, അവന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്കകൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സൽപ്രവർത്തനങ്ങള്, കുടുംബജീവിതത്തിൽ പുലർത്തിയ വിശുദ്ധി തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ നന്മയുണ്ടോ അതെല്ലാം ഒരു ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ സാധനങ്ങൾ നിറച്ച പോലെ നമുക്ക് ഉപകാരപ്പെടാതെ പോകുമെന്നുള്ളത് ശിർക്കിന്റെ ഗൗരവം ഉണർത്തിയതാണെങ്കിൽ സഹോദരങ്ങളെ, ആ ശിർക്ക് ഇന്ന് മുസ്ലിം സമുദായത്തിൽ പച്ചയായി കൊണ്ട് നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ രൂപങ്ങൾ നമുക്ക് വ്യക്തമായി കൊണ്ടിതാ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ശിർക്കിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടി സമൂഹത്തോട് പറഞ്ഞു, ശിർക്കിൽ നിന്ന് മുക്തമാകണം മുസ്ലിമീങ്ങളെ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരിച്ചു പോകാൻ നമ്മൾ തയ്യാറാകണോ എന്ന് പറഞ്ഞപ്പോ അന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര്, നമ്മുടെ നാട്ടിലെ സഖാഫികള്, നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാര് സമൂഹത്തോട് പറഞ്ഞു, നോക്കൂ, ഇവർ നമ്മുടെ വാപ്പപ്പമാരെ കാഫറാക്കുകയാണ്, നമ്മളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവരല്ലേ, മുഹമ്മദ് റസൂൽ പ്രഖ്യാപിക്കുന്നവരല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നവരല്ലേ, നമ്മൾ ശിർക്കിനെ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ നമ്മളെ കൊച്ചാക്കുകയാണ് ചെയ്തത്. നമ്മൾ ഭിന്നിപ്പിന്റെ ആളുകളാണെന്നാ പറഞ്ഞത്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ നാട്ടിവെച്ച കല്ലിന്റെ മുമ്പിൽ പോയി, ക്ഷേത്രങ്ങളിൽ പോയി തുലാഭാരം നടത്തുന്ന കാഴ്ച മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് കണ്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം 80 കൊല്ലമായി സമൂഹത്തോട് ഉയർത്തിയ ഈ ശിർക്കിന്റെ ഗൗരവം ഇന്ന് മുസ്ലിയാക്കന്മാര് അവരുടെ പള്ളിക്കുള്ളിലെ മിമ്പറിൽ വെച്ച് പറയില്ല. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ സംസ്കരിച്ചത് മിമ്പറിലൂടെയാണ്, ഖുതുബകളിലൂടെയാണ്. എന്നാൽ അതിന്റെ താഴെ നിന്നുകൊണ്ട് തറപ്രസംഗങ്ങളിലൂടെ മുസ്ലിയാക്കന്മാരതാ പറയുന്നു, റസൂലുള്ള ശിർക്കിനെ ഗൗരവത്തോടുകൂടി കണ്ടിട്ടുണ്ട്, ശിർക്ക് ഈ സമൂഹത്തിൽ വരുന്നതിനെ റസൂൽ ഭയപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടത് സൂക്ഷിക്കണമെന്ന് നമ്മൾ 80 കൊല്ലമായി പറഞ്ഞ വാദം, അതിനു വേണ്ടി ഒരുപാട് ഏറും അതുപോലെ അടിയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിൽ ആ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് ഇന്ന് മുസ്ലിയാക്കന്മാര് രംഗത്ത് വന്നു. മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ട് എന്നും ശിർക്കിലേക്ക് പോകുന്നതിനെ സൂക്ഷിക്കണമെന്നും AP മുഹമ്മദ് മുസ്ലിയാര് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഭാഗം നിങ്ങളത് കണ്ടോളൂ. തൂണിന്റെ നേരെ നിസ്കരിക്കൽ കറാഹത്ത. എന്താ കാര്യം? ഇത്തിരി വലത്തോട്ടോ എടുത്തോട്ടോ മാറിയേക്കണമെന്നാ പറയേണ്ട അർത്ഥം. എന്താണ് ഈ തൂണിന്റെ നേരെ എന്നുള്ള കുഴപ്പം? തൂണിന്റെ നേരെ നിൽക്കുമ്പോ അതൊരു ബിംബാരാധനയോട് സാദൃശ്യമുണ്ട്. മറ്റുള്ള ആളുകള് ബിംബത്തിന് നേരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പൂജ നടത്തും, നേരെ മുമ്പിൽ ബിംബത്തിനെ വെച്ചിട്ട് പൂജ നടത്തും. അതിനോടൊരു സാദൃശ്യം തോന്നിപ്പോകുന്നുണ്ട് തൂണിന്റെ നേരെ നിസ്കരിക്കുമ്പോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തൂണിന്റെ നേരെ നിക്കാലം വരെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഇതൊരു പൂജ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ബിംബാരാധനയുള്ള സാദൃശ്യം നിങ്ങളെ മനസ്സിൽ എവിടെങ്കിലും കയറി വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു, ആ തൂണിന്റെ നേരെ നിൽക്കുമ്പോ ആ തൂണിന്റെ ഒരു ബിംബാരാധനയുടെ ചെറിയൊരു ചൊയ, ഒരു ചെറിയ അംശം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറ്റില്ല, നിങ്ങൾ മാറി നേക്കാണ് ഇത്തിരി വലത്തോട്ടോ ഇടത്തോട്ടോ, ശിർക്ക് വരാതിരിക്കാൻ, ശിർക്ക് വരാതിരിക്കാൻ, ശിർക്ക് വരാതിരിക്കാൻ.
മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തു പോകാതിരിക്കാൻ അല്ലാഹു റസൂൽ ശ്രദ്ധിച്ച വിഷയത്തിന്റെ കടുപ്പം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ആ കടുപ്പമാണ് സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. ആ കടുപ്പം അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. തൂണിന്റെ നേരെ നിന്ന് കഴിഞ്ഞാൽ ഒരു ബിംബാരാധനയോട് സാദൃശ്യമുണ്ടാകും, അതുകൊണ്ട് അല്പങ്ങൾ തെറ്റി നിൽക്കണം എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നത് സ്ഥിരപ്പെട്ട ഹദീസിൽ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും കർമ്മശാസ്ത്ര സംബന്ധമായ ചില തർക്കങ്ങളിലോ അല്ലെങ്കിൽ വേറെ ചില ഗ്രന്ഥങ്ങളിലോ ഒക്കെ ഉണ്ടായേക്കാം. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുമ്പോഴുള്ള നൃത്തത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തിന്റെ മർമ്മന്ത ഒരു ബിംബാരാധനയുടെ ചൊയ വരാതിരിക്കാൻ, രൂപം വരാതിരിക്കാൻ അല്പം തെറ്റി നിൽക്കണം. കാരണം അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും പറയുന്നത് എന്ത്, ഈ കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും ശിർക്ക് എന്ന ദുൽമ കലരാൻ പാടില്ല. ശിർക്ക് കലർന്നു കഴിഞ്ഞാൽ അബത്തന്നെ അമലുകൾ പൊളിയും, നരകം ശാശ്വതമാകും, സ്വർഗം ഹറാമാകും. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പടച്ചതമ്പുരാൻ മനുഷ്യരോട്, പിന്നെ മനുഷ്യർ പടച്ചതമ്പുരാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ വെച്ച പാപമാകും. അതുകൊണ്ട് അത് ചെയ്യരുത്. അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ നിന്ന് സമുദായത്തെ മുക്തമാക്കാനാണ് ഞങ്ങളത് പറഞ്ഞത്. അതിന്റെ തീവ്രത കൂടിപ്പോയി എന്നതിനാണ് നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഇപ്പൊ മുഹമ്മദ് മുസ്ലിയാർ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചതിന്റെ കടുപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് 10 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വന്നു, ഇസ്ലാം സ്വീകരിക്കാൻ വന്നു. 9 ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൈ കൊടുത്തു, അവർ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ 10ാമത്തവൻ കൈ കൊടുത്തപ്പോൾ റസൂലിന്റെ കൈ ഇങ്ങോട്ട് വലിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, ഈ 9 ആൾക്കും കൊടുത്ത കൈ എന്തേ റസൂലേ ഈ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ഈ സഹോദരന് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവന്റെ കയ്യിൽ ഒരു ഏലസുണ്ട്, ശിർക്ക് കലർന്നിട്ടുണ്ട് ഇപ്പോഴും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അത് പൊട്ടിച്ചങ്ങോട്ട് എറിഞ്ഞിട്ട് 1-ാം തീയതി എന്നെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ പറയാന്ന് വിചാരിച്ചിട്ട് സാവധാനത്തിൽ കാത്തുന്നില്ല. ഓ തെറ്റിപ്പോകോ പിണങ്ങിപ്പോകോ എന്ന് വിചാരിച്ചോന് അരി പൻസാരിയൊക്കെ വാങ്ങിക്കൊടുത്തൊരു കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറയാനല്ല, മൻ തവല്ലുക തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ശിർക്ക് ചെയ്താമോ ഇസ്ലാം ഒന്ന് പുറത്താ. അതുകൊണ്ട് 1-ാം തീയതി എന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാണ് ഇസ്ലാമിന്റെ തീവ്രത. തൗഹീദിന്റെ വിഷയം പറയുമ്പോഴും ശിർക്കിന്റെ വിഷയം പറയുമ്പോൾ അവിടെ പിന്നെ എന്തില്ല, മയപ്പെടുത്തേണ്ടതില്ല, ശക്തമായി പറയണം. കാരണം എന്താ, നരകത്തിൽ ശാശ്വതമായി എരിയുന്ന തിന്മയാണത്. അപ്പൊ മറ്റുള്ള തിന്മയേക്കാൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ തിന്മയെക്കുറിച്ചാണ്. എന്നാ സഹോദരങ്ങളെ, വളരെ കൃത്യമായി കൊണ്ട് ഈ തൗഹീദിന്റെ ആദർശം വിശ്വസിച്ച് പടച്ചതമ്പുരാനെ മനസ്സിലാക്കേണ്ടതിന് പകരം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് നമ്മൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുസ്ലിയാക്കന്മാർ മാറ്റി നിർത്തി. എന്നിട്ട് അവരുടെ കൈകളിൽ മാലകളും മൗലിദുകളും പക്ഷിപ്പാട്ടുകളും കിളിപ്പാട്ടുകളും കൊടുത്തു. എന്നിട്ട് അതിലൂടെ അവർ അല്ലാഹു തആലയെ വികലമായി മനസ്സിലാക്കി. എന്താണ് ഖുർആൻ പറഞ്ഞല്ലോ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവര് അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകള്, അതുപോലെ തന്നെ ശിർക്ക് ചെയ്തിരുന്ന സമൂഹത്തില് ആളുകളെല്ലാം യഥാർത്ഥത്തില് പടച്ചതമ്പുരാനിൽ വിശ്വസിച്ചത് അല്ലാഹു തആല അവനെ പോലെ മറ്റൊരു ഇലാഹുണ്ട് എന്നല്ല, പടച്ചതമ്പുരാനെ പോലെ ലോകം നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടെന്നല്ല. മറിച്ച് ഈ മുശ്രിക്കുകൾ മുഴുവൻ വിശ്വസിച്ചത് എങ്ങനെയാണ്, പടച്ചതമ്പുരാനിൽ പങ്കു ചേർത്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, മഴ തരുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, അതുപോലെ സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, ഇതെല്ലാം അല്ലാഹു തആല തന്നെയാണെന്ന് മക്കയിലുണ്ടായിരുന്ന സാക്ഷാൽ ജാഹിലിയങ്ങൾ വരെ വിശ്വസിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ ശതക്കണക്കിന് ആയത്തുകൾ നമുക്ക് കാണാം. പക്ഷേ അവരുടെ വിശ്വാസത്തിന്റെ ദുർബലത ഖുർആൻ പറയുന്നു, വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും മുശ്രികൂൻ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകള് കടലിലൂടെ പായക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, തിരമാലകൾ കാർന്നു തിന്നുമ്പോൾ, അപകട മുഖാമുഖം കാണുമ്പോൾ അവര് കരയിൽ വെച്ച് വിളിച്ച ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി,
ലാത്തവനാത്ത ഹുബൽ പോലെയുള്ള ഔലിയാക്കന്മാര് അഥവാ ഇന്നത്തെ ജാറങ്ങൾക്ക് പകരമായിട്ടുള്ള 360ഓളം കല്ലുകൾ അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും പടുത്തുയർത്തിയ കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരെ തവക്കുലാക്കിക്കൊണ്ട് അവരിൽ പരമേൽപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന ആളുകൾ ഈ കടലിൽ വെച്ചുകൊണ്ട് മുഖാമുഖം അപകടം കാണുമ്പോൾ അല്ലാഹു തആല പറയുകയാണ് അവർ കരയിൽ വിളിച്ച തമ്പ്രാക്കന്മാരെ ഒഴിവാക്കി അല്ലാഹുവിനെ മാത്രം കരയിൽ വെച്ച് വിളിക്കും. അല്ലാഹു തആല പറയുന്നു ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. അങ്ങനെ നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ വീണ്ടും അവർ അല്ലാഹുവിൽ പങ്കുവെക്കുന്നു. സഹോദരങ്ങളെ, ഈ ശിർക്കാണ് അവർ ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് മുസ്ലിം സമുദായവും അതേ ആദർശത്തിൽ തന്നെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള അള്ളയാണ് ഇബ്രാഹിം നബി എന്നോ ഇസ്മായിൽ നബിയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നോ വാദിച്ചിട്ടില്ല. മറിച്ച് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള മധ്യവർത്തികളാണ് ഈ മഹാന്മാരെന്നാണ്. അത് തന്നെയാണല്ലോ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകളും പടച്ചതമ്പുരാനെ വിട്ടുകൊണ്ട് പടപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ അവർ പറയുന്ന ന്യായീകരണം. അള്ളാഹുവിന്റെ ഖുർആൻ എന്താ നമ്മളോട് പറഞ്ഞത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത പടച്ചതമ്പുരാനിൽ നിങ്ങൾ പരമേൽപ്പിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി കൊണ്ട് നമ്മൾ പരമേൽപ്പിക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ത്വലാഖിലൂടെ പറഞ്ഞതാണ്. കാരണം എന്താണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവനാണ്, എല്ലാത്തിന്റെയും നിയന്താവ് അവനാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅത്തി ലിമാ മനഅത വലാ റാദ ലിമാ ഖളൈത. അല്ലാഹുവേ, നീ തന്നതിനെ തടയാനോ തടഞ്ഞതിനെ തരാനോ നിന്റെ വിധിയെ ഒരിക്കലും തന്നെ മാറ്റാനോ ഒരാൾക്കും സാധ്യമല്ല. ഇത് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസി സഹോദരങ്ങളെ പരിപൂർണമായി പടച്ചതമ്പുരാനിൽ പരമേൽപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവനോടാണ് ദുആ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിന്റെ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഈ ഇബാദത്താകുന്ന പ്രാർത്ഥന കണ്ടോ, ഈ ദുആ എന്നത് ഇബാദത്താണ്. അതുകൊണ്ട് ഈ ദുആയാകുന്ന ഇബാദത്ത് എനിക്ക് നൽകുന്നതിൽ നിന്ന് അഹങ്കരിച്ചു കളഞ്ഞാൽ, അഥവാ പടച്ചവന് മാത്രം നൽകുന്നതിൽ നിന്ന് അത് ഏതെങ്കിലും പടപ്പുകളിലേക്ക്, അമ്പിയാക്കളിലേക്ക്, ഔലിയാക്കളിലേക്ക്, കെട്ടിപ്പൊക്കിയ കബറുകളിലേക്ക്, ഏതെങ്കിലും നാട്ടിവെച്ച കല്ലുകളിലേക്ക്, ഏതെങ്കിലും വസ്തുക്കളിലേക്ക് തിരിച്ചുവിട്ടാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദനായി നരകത്തിൽ പോകുന്നതാണ്. കാരണം എന്താണ്? കൂരിരുട്ടുള്ള രാത്രിയില് കറുത്ത പാറയുടെ മുകളിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാൽപാദങ്ങൾ പോലും കാണാൻ കഴിയുന്ന പടച്ചതമ്പുരാനാണ് പറയുന്നതെന്ത്? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചതോ നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും അറിയുന്നവനാണ് ഞാൻ. മാത്രമല്ല, എനിക്ക് ഉറക്കമില്ല, മയക്കമില്ല. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ സൂറത്ത് ഖാഫിന്റെ 16-ൽ പറയുന്നത് എന്താണ്? വലഖദ് ഖലഖ